നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് പി ദിവ്യ തലങ്ങും വിലങ്ങും കേസ് കൊടുക്കുന്നു. ഇപ്പോൾ പോലീസ് മത്സരിച്ച് കേസെടുക്കുകയാണ്. നിരവധി പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് ചുമത്തിയിരിക്കുന്നത്. നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചു കൊന്ന പി ദിവ്യയ്ക്ക് അധിക്ഷേപമോ? പി ദിവ്യയ്ക്കെതിരെ അധിക്ഷേപം നടത്തി എന്ന ആരോപണം ആദ്യം നേരിട്ടത് രാജൻ ജോസഫ് എന്ന പത്രപ്രവർത്തകൻ. രാജൻ ജോസഫിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. കലാപാഹ്വാനം, സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങി കടുത്ത വകുപ്പുകളാണ് രാജൻ ജോസഫിനെതിരെ പോലീസ് ചുമത്തിയത്. എന്നാൽ കോടതി അതൊക്കെ എറിഞ്ഞു കളഞ്ഞു. തൊട്ടുപിന്നാലെ കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് തലങ്ങും വിലങ്ങും ഇപ്പോൾ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ പി ദിവ്യയെ വിമർശിച്ചാൽ അവരെ മുച്ചൂടും മുടിക്കും എന്ന തരത്തിലാണ് പോലീസിന്റെ നീക്കവും. പി ദിവ്യ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ വനിതാ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. യൂട്യൂബർ ബിനോയ് കുഞ്ഞുമോൻ, തൃശൂർ സ്വദേശി വിമൽ, ന്യൂസ് കഫേ ലൈവ് തുടങ്ങിയവർക്കെതിരെയാണ് ഇപ്പോൾ പരാതി. ന്യൂസ് കഫേ ഉടമ ബൈജുവിനെതിരെ തലങ്ങും വിലങ്ങും കേസുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് പി ദിവ്യയുടെ പരാതി. കുടുംബാംഗങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. നവീൻ ബാബുവിന് നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് പിന്നീട് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം. നവീൻ ബാബുവിനെ എന്നല്ല, ആരെ വേണമെങ്കിലും പി ദിവ്യയ്ക്ക് അധിക്ഷേപിക്കാം. എന്നാൽ ദിവ്യയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അത് മറ്റൊരു അപകീർത്തി. എന്തൊരു വിരോധാഭാസമാണ്. പത്രപ്രവർത്തകൻ രാജൻ ജോസഫിനെ കൊടുക്കാൻ സർവത്ര ബന്ധപ്പെട്ടിരുന്നു കേരള പോലീസ്. എന്നാൽ രാജൻ ജോസഫ് സമർത്ഥമായി കോടതിയിൽ തന്റെ വാദമുഖങ്ങൾ ഉയർത്തി. ഒടുവിൽ രാജനുമേൽ അന്യായമായി ചുമത്തപ്പെട്ട വകുപ്പുകളൊക്കെ കോടതി എടുത്തു കളഞ്ഞു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ രാജൻ ജോസഫ് പി ദിവ്യയെ അധിക്ഷേപിച്ചുവെന്നായിരുന്നു ആ പരാതി. പി ദിവ്യയുടെ മാനം നഷ്ടപ്പെടുത്തിയത്രേ. BNS സെക്ഷൻ 353(2) വകുപ്പ് അനുസരിച്ചാണ് രാജനെതിരെ കേസെടുത്തത്. എന്നാൽ കോടതി സസൂക്ഷ്മം ഈ കേസ് പഠിക്കുകയും സെക്ഷൻ 79 മാത്രം നിലനിൽക്കൂ എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജൻ ജോസഫിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. വിമർശിക്കുന്നവരെയൊക്കെ കേസിൽ കൊടുക്കുക, കാരണം ഭരണവും പോലീസുമൊക്കെ തങ്ങളുടെ കയ്യിലാണ് എന്ന അഹങ്കാരം. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലുമൊക്കെ പച്ചയ്ക്ക് തുറന്നെഴുത്തുകൾ നടത്തിയാൽ അവർക്കെതിരെ അധിക്ഷേപത്തിന് അല്ലെങ്കിൽ അപമാനിക്കലിന് കേസ് ചുമത്തും. പലപ്പോഴും കേസെടുക്കുന്നത് മറ്റു ചില വകുപ്പുകൾ കൂടി ചേർത്ത് വെച്ചായിരിക്കും. കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ. എന്തിനാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്വതന്ത്ര അഭിപ്രായ പ്രകടനം നടത്തുന്നവർക്കെതിരെ ഇത്തരം മാരക വകുപ്പുകൾ ചുമത്തുന്നത്? പലരുടെയും വിമർശനങ്ങൾ പല ഭാഷയിലാകാം. ചിലത് രൂക്ഷഭാവമുള്ളത്, മറ്റു ചിലത് തീഷ്ണതയേറിയത്. അപമാനിക്കലും അധിക്ഷേപിക്കലുമൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതിനെതിരെ നിയമപരമായ നടപടികൾ എടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ പലപ്പോഴും അന്യായമായ വകുപ്പുകൾ ചേർത്ത് വെച്ച് മറ്റുള്ളവരെ കുരുക്കുക എന്ന തന്ത്രത്തോടെ പോലീസും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഒരുമിച്ച് നീങ്ങുമ്പോൾ അതിനെതിരെ സമൂഹം സംഘടിതമായി നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. തീഷ്ണതയുള്ള വിമർശനങ്ങൾ തന്നെയാണ് എപ്പോഴും മലയാളി വാർത്തയുടെ നിലപാടും. എന്നാൽ പരമാവധി മറ്റുള്ളവരെ അധിക്ഷേപിക്കലിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കാറുണ്ട്. ഭരണകൂടത്തെ വിമർശിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ഉള്ളിൽ പകയാളിക്കത്തും. പോലീസും സംവിധാനങ്ങളുമൊക്കെ അവരുടെ അടുക്കലുണ്ട്. പണ്ടൊക്കെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുന്നതായിരുന്നു രാഷ്ട്രീയ കക്ഷികളുടെ ശൈലി. എന്നാൽ കാലം മാറി. ഇപ്പോൾ ഗുണ്ടകളെയൊന്നും അത്ര വിലക്കെടുക്കാൻ കഴിയുന്നില്ല. നാടുനീളെ ക്യാമറകളും മറ്റു സംവിധാനങ്ങളുമുണ്ട്. ജനങ്ങളുടെയൊക്കെ പക്കൽ മൊബൈൽ ഫോണുകളും. അതുകൊണ്ട് തന്നെ ഗുണ്ടകൾക്കൊന്നും പഴയതുപോലെ ഒരു സ്വൈര്യവിഹാരം ഇപ്പോൾ നടക്കുന്നില്ല. പകരം പോലീസിനെ ഉപയോഗിച്ച് പത്രപ്രവർത്തകരെയും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നവരെയും ഒക്കെ പീഡിപ്പിച്ചിരുത്തുക. അതാണത്രേ ഗവൺമെന്റിന്റെ ഒരു തന്ത്രം. പി ദിവ്യയെ ഇപ്പോൾ ഭയം വല്ലാതെ പിടികൂടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഹർജി നൽകി അതിന്റെ വിധി കാത്തിരിക്കുന്ന ഈ വേളയിൽ നവീൻ ബാബുവിൻ്റേതൊരു ദുരൂഹ മരണമല്ല, അതൊരു കൊലപാതകമാണ് എന്ന് കൃത്യമായി ഹൈക്കോടതിക്ക് മുൻപാകെ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ബോധ്യപ്പെടുത്തി. അതാണ് കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളെ ഇപ്പോൾ നടുക്കിയിരിക്കുന്നത്. പി ദിവ്യയെ ഭയം അത് വല്ലാണ്ട് പിടികൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ചിലർക്കെതിരെ കേസുകളെടുത്ത് സമൂഹ മാധ്യമങ്ങളെ ഒന്ന് പേടിപ്പിക്കുക, ആളുകളെ
ഭയചികിതരാക്കി തങ്ങളുടെ വരുതിയിലാക്കുക. ഇതാണ് ഇത്തരം കേസുകൾക്ക് പിന്നിലുള്ള തന്ത്രം. കോടതിയിൽ നിലനിൽക്കാത്ത വകുപ്പുകൾ ചുമത്തി കേസിടുന്നതിലെ വങ്കത്തരമാണ് ഇക്കഴിഞ്ഞ ദിവസം രാജൻ ജോസഫ് പൊളിച്ചടുക്കിയത്. രാജന് ജാമ്യം കിട്ടിയപ്പോൾ PP ദിവ്യയോട് വളരെ മാന്യമായി പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോയും രാജൻ ജോസഫ് പങ്കുവച്ചിരുന്നു. പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ നട്ടലുയർത്തി വിളിച്ചു പറയുന്ന ഒരു ശൈലി രാജനുണ്ട്. ചിലപ്പോഴൊക്കെ ആ വാക്കുകൾ അതിരൂക്ഷമാകും. അത്തരം രൂക്ഷ പ്രതികരണങ്ങളോട് ചിലപ്പോൾ പലവിധ അഭിപ്രായങ്ങൾ സമൂഹത്തിനുണ്ടാകാം. നിയമപരമായ കേസുകൾ അതിൻ്റേതായ തലത്തിൽ പോലീസ് കൈക്കൊള്ളട്ടെ. അതല്ലാതെ മറ്റൊരാളെ ഭയപ്പെടുത്താനും കുരുക്കിലാക്കാനുമൊക്കെ ഇല്ലാത്ത വകുപ്പുകൾ കുത്തിത്തിരുകുന്നത് പോലീസിന് ഭൂഷണമല്ല. കോടതി ഇത്തരം കേസുകൾ ഗൗരവത്തോടെ തന്നെ ഇപ്പോൾ നോക്കിക്കാണുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളങ്ങളാണിതൊക്കെ. മുൻപ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കെതിരെ സർക്കാർ എടുത്ത നിരവധി കേസുകൾ, അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് PV അൻവർ എന്ന MLA. ഇപ്പോൾ അൻവർ ഒട്ടൊന്ന് ശാന്തനായ മട്ടിലാണ്. LDFിൽ നിന്ന് പുറത്തുപോയ അൻവർ സ്വന്തം പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ കോൺഗ്രസിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തിലാണ്. സ്വന്തം നിലനിൽപ്പിനായി പൊരുതുമ്പോൾ എന്ത് കേസുകൾ! അതാണ് ഇപ്പോൾ അൻവറിന്റെ അവസ്ഥ. താൻ കൊടുത്ത പരാതികളിൽ പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാട്ടിയില്ല, മറുനാടൻ ഷാജനോട് പണം വാങ്ങി കേസ് സെറ്റിൽ ചെയ്തു എന്നൊക്കെയാണ് PV അൻവർ പിന്നീട് വിളിച്ചു കൂവിയത്. പിണറായി വിജയനു വേണ്ടിയും CPMനു വേണ്ടിയും അൻവർ പൊരുതി നിന്ന നാളുകളിൽ അന്ന് മറുനാടൻ ഷാജനെ പോലീസ് വേട്ടയാടിയ സംഭവമൊന്നും നമ്മൾ മറന്നിട്ടില്ല. സമാനമായ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ നേരിടുന്നുണ്ട്. എന്നാൽ മുഖ്യധാരക്കാർ ഇതിനെയൊക്കെ പരിഹാസ്യതയോടെ കാണുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കുന്നു. ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്താൽ അത് മുഖ്യധാരക്കാർ വലിയ വാർത്തയായി അങ്ങ് കൊട്ടിഘോഷിക്കും. കേരളത്തിലെ ഓൺലൈൻ മാധ്യമപ്രവർത്തനത്തെ ഭയപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടവും മാത്രമല്ല, ഇവിടുത്തെ മുഖ്യധാരക്കാർ കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. എന്നാൽ ഭയമൊന്നുമില്ലാതെ നട്ടെല്ലുയർത്തി പ്രതികരിക്കാൻ തൻ്റെടമുള്ള ഒരു യുവതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ പല സംഭവ വികാസങ്ങളും. PP ദിവ്യക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷേ അതൊന്നും അധിക്ഷേപത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. PP ദിവ്യയെ എന്നല്ല, ഒരു സ്ത്രീയെയും അധിക്ഷേപിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അധിക്ഷേപം വേറെ, വിമർശനങ്ങൾ വേറെ. എന്നാൽ PP ദിവ്യ ചെയ്ത തെറ്റ് അത് പച്ചയ്ക്ക് ചൂണ്ടിക്കാട്ടിയേ തീരൂ. PP ദിവ്യയുടെ ധാർഷ്ട്യം അത് സമൂഹത്തിന് മുന്നിൽ പൊളിച്ചെടുക്കിയേ തീരൂ. PP ദിവ്യ സമൂഹത്തിന് മുന്നിൽ കാട്ടിയ അഹങ്കാരം അത് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞേ തീരൂ. PP ദിവ്യയ്ക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ പച്ചയ്ക്ക് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാതിരുന്നാൽ അതൊന്നും മാധ്യമപ്രവർത്തനമാകില്ല. PP ദിവ്യയ്ക്ക് വേണ്ടി പോലീസുകാർ ദാസ്യപ്പണി ചെയ്ത പച്ചയായ സത്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറന്നിട്ടതിൻ്റെ പേരിൽ ഇനി പോലീസ് കേസുണ്ടായാലും അതിലൊന്നും ഭയക്കേണ്ടതില്ല. നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണം അന്വേഷിക്കുന്ന പോലീസ് സംഘം ആ കേസ് അട്ടിമറിക്കാൻ നടത്തിയത് നിരവധി നാടകങ്ങളാണ്. അതൊക്കെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നിടുമ്പോൾ ഒരുപക്ഷെ PP ദിവ്യ കൂടി അധിക്ഷേപിക്കപ്പെടും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുൻപിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന നിരവധി തെളിവുകളുടെ കൂമ്പാരം അത് കണ്ട് ഹൈക്കോടതി മാത്രമല്ല ഇപ്പോൾ നിശബ്ദരായി പോയത് കേരളത്തിലെ പല സാംസ്കാരിക നായകർ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ഏത് വിഷയത്തിലും കൃത്യമായ തൻ്റെ ഇടത്തോടെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്ന സാംസ്കാരിക നായകർ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നിശബ്ദരായി പോയത്? ഉത്തരേന്ത്യയിൽ ഇത്തരമൊരു ദുരൂഹ മരണം സംഭവിച്ചാൽ അതിനെതിരെ പച്ചയ്ക്ക് പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്ന സാംസ്കാരിക നായകരെ ഇപ്പോൾ കാണുവാനില്ല. അവർക്കൊക്കെ ഭയം അത് വല്ലാണ്ട് പിടികൂടിയിരിക്കുന്നു. സ്വതന്ത്ര അഭിപ്രായ പ്രകടനം നടത്തിയാൽ അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായാൽ പോലീസ് കേസെടുക്കുമോ, തങ്ങൾ ജയിലിലടയ്ക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം സാംസ്കാരിക നായകരെയും പിടികൂടിയിരിക്കുന്നു. ഭരണകൂടത്തിൻ്റെ ഇരകളായി മാറാൻ അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. പോലീസ് വേട്ടയാടലുകൾ അവർ ഭയക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഒരു DYSP താനിനി പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് നമ്മൾ കണ്ടതാണ്. പോലീസ് സേനയൊക്കെ പൂർണ്ണമായി പാർട്ടിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിന് ഗുണ്ടകളെ വാടകയ്ക്കെടുത്ത് ശത്രുക്കളെ നേരിടേണ്ടതില്ല. പോലീസിനെ തന്നെ ഉപയോഗിച്ച് തങ്ങളെ വിമർശിക്കുന്നവരെ അടിച്ചൊതുക്കാം എന്ന വ്യാമോഹം പാർട്ടി നേതാക്കൾക്കും ഭരണകൂടത്തിനുമുണ്ട്. അതവർ തുടരട്ടെ. തൻ്റെ ഇടത്തോടെ വാർത്തകൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പേരിലുണ്ടാകുന്ന കേസുകൾ അത് നേരിടാൻ തയ്യാറുള്ള മനസ്സുകൾ തന്നെയാണ് ഇവിടെ മികച്ച പത്രപ്രവർത്തകരായി ഇപ്പോഴും പ്രവർത്തിക്കുന്നത്.
ക്രൈം നന്ദകുമാറിനെതിരെ ഇക്കഴിഞ്ഞ ദിവസം ഒരൊറ്റ ദിവസം കൊണ്ടെടുത്തത് ഏകദേശം 5ഓളം കേസുകൾ. സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന പലരുടെയും നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പലരുടെയും ഭാഷകൾ നമുക്ക് അത്ര രുചിക്കെത്തുമില്ല. പല ഭാഷകളും പല പ്രയോഗങ്ങളും അടിസ്ഥാനരഹിതമായ വാർത്തകളുമൊക്കെ നമുക്ക് തള്ളിപ്പറയേണ്ടി വരും. അതൊക്കെ സ്വാഭാവികം തന്നെ. അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊക്കെ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാകണം. അതല്ലാതെ വൈരാഗ്യം തീർക്കാൻ, മറ്റൊരു വിമർശനം പറയുന്നയാളെ തച്ചു തകർക്കാൻ, ഇല്ലാത്ത വകുപ്പുകൾ ചേർത്ത് ഇത്തരം കെട്ടുകഥകൾ ഒരുക്കി കേസുകൾ എടുക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.